വീഴുവാണെങ്കിൽ ഇങ്ങനെ 4 കാലിൽ ആര്യനെ പോലെ തന്നെ വീഴണം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു 3/4 ഭാഗവും ആര്യന്റെ നേരെയായിരുന്നു ശരിക്കും ലാലേട്ടൻ ഓരോ കാര്യങ്ങളും പറഞ്ഞത്. അക്ബറിനും ഒനീലിനും അഭിക്കും ഒക്കെ ഇത്തിരി വയറ് നിറച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ ആര്യന് നല്ല പണിയാണ് ആ പറഞ്ഞ ആ ഒരു പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ച ക്ലിപ്പിലുള്ളത്. അതായത് കുറെ അധികം നിലപാടുകളുണ്ട്. ഇപ്പൊ ഏത് നിലപാടിലാ നീ നിൽക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആര്യന്റെ അടുത്ത് ലാലേട്ടൻ അതാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചീപ്പും അതുപോലെ കിച്ചണിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ഒരു കത്തി എടുത്തിട്ട് ആ ഒരു താടി ഡ്രിം ചെയ്തതും എല്ലാം ഒരു വൃത്തികെട്ട രീതിയിൽ കാണിച്ചു. പിന്നെ അതുപോലെ ആ ഒരു സ്റ്റാർ ബാഡ്ജ് അത് ശരിക്കും പറഞ്ഞാൽ ഇനി നെവിനും ആര്യനും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് എത്തിക്കുമോ, നെവിനെ ഇനി ആര്യൻ അടുപ്പിക്കുമോ എന്നുള്ള ഒരു തോട്ട് അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ആര്യന്റെ ഭാഗത്ത് ഇതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. മൈക്കിന്റെ ആ ഒരു ഇതിനകത്ത് ഒന്നും വെക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുളിക്കാൻ നേരത്ത് അതിനകത്തായിരുന്നു വെച്ചിരുന്നത്. ആ വെച്ചിരുന്ന സമയത്തുനിന്ന് ആ ഒരു നിമിഷത്തിലാണ് അത് എടുത്തത്, അല്ലെങ്കിൽ നെവിൻ അത് അന്നേരം മോഷ്ടിച്ചതാണ് എന്ന് ആര്യൻ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും ശരി, നെവിൻ ആ ചെയ്തത് തെറ്റ് തന്നെയാണ്. നെവിന്റെ ആ തെറ്റിനെ എല്ലാവരുടെ മുന്നിലും ഇട്ടുകൊടുത്ത് ആര്യനെ കൊണ്ട് തന്നെ അത് ചോദിപ്പിക്കാനായിരിക്കണം ലാലേട്ടൻ അത് മേടിച്ചുകൊണ്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ളത് ഉറപ്പായിട്ടും ഇപ്പൊ ജിസേലിന്റെ ബാഗുകളൊക്കെ അങ്ങ് തിരിച്ചു പോയല്ലോ, അതുപോലെ തന്നെ ആര്യനും ഇനി അങ്ങോട്ട് പണിഷ്മെന്റ് ആയിരിക്കാം. ഇനി ആര്യൻ ഇനി അടുത്ത തവണ ഈ പറയുന്ന ബാഡ്ജ് സ്വന്തമാക്കുകയാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ ആര്യൻ ആ പറയുന്ന ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളും കിട്ടത്തുള്ളൂ. ഇതിന് നെവിൻ മിക്കവാറും കിട്ടാൻ പോകുന്ന നെവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ആര്യന്റെ കയ്യിൽ നിന്നായിരിക്കും. പക്ഷെ എല്ലാവരും നെവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് ആര്യൻ ഒട്ടും തന്നെ സൂക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അത് എസ്പെഷ്യലി ഷാരിക ഉൾപ്പെടെ പറയുന്നുണ്ട്. പിന്നെ ആ ബാഡ്ജ് നഷ്ടപ്പെട്ടത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ആ ഒരു പണിപ്പുര ടാസ്കിലെ നിലപാടിന്റെ കേസ് എടുത്തിടുമ്പോൾ പോലും ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണിച്ചത് ആ സമയത്ത് ആര്യൻ കാണിച്ച കുറെ അധികം നാടകങ്ങളും പിന്നെ അത് കുറെ സംസാരങ്ങളും അഹങ്കാരവും. ആ അഹങ്കാരം അത് ആര്യന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പുകൾ കാണിച്ച ഉടനെ തന്നെ ആര്യൻ പറയുന്നുണ്ട്, എനിക്കത് കണ്ടപ്പോൾ അത്ര അഹങ്കരിക്കണ്ടായി എന്ന് തോന്നി, സോറി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി വരാനുണ്ട്. ഈ ചെരുപ്പറിയുന്ന കാര്യത്തെ വളരെ നിസ്സാരമായിട്ട് ആ ഒനീലിന്റെ ഒരു പ്രശ്നത്തിലൂടെ എടുത്തു കാണിച്ചങ്ങ് പോയതേ ഉള്ളൂ. ചെരുപ്പറിയുന്ന പ്രശ്നം ഒരു വലിയ പ്രശ്നമാകില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ശരിക്കും ഇത്തരത്തിൽ ലാലേട്ടൻ ഈ ഒരു ബിഹേവിയർ, അതായത് ആര്യൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടും പിന്നെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഒരു ക്യാപ്റ്റൻ ആയിരിക്കെ പല കാര്യങ്ങളും നോക്കിയിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നിലനിൽക്കെ ലാലേട്ടൻ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വെച്ച് നിർത്തിയത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ബാക്കി നാളത്തെ എപ്പിസോഡിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നമുക്ക് അറിയാൻ സാധിക്കുമായിരിക്കും. ഏതായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനി ജിസേലുമായിട്ട് ചേർത്തുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ പ്രതീക്ഷിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജിസേലും ആര്യനും തമ്മിൽ അവിടെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഗെയിമിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് ലാലേട്ടൻ മിക്കവാറും നാളെ പറയും. ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ, നമ്മുടെ ലാലേട്ടൻ ഈ ആഴ്ചയും അല്ലെങ്കിൽ ഈ ഒരു സീസണിലും വെറും ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ വന്നിട്ട് പോകാനാണ്. ശരിക്കും ഈ ഗെയിം കണ്ടിട്ട് ഒരു റിവ്യൂ പറയുന്നത് പോലെയാണ് ലാലേട്ടന്റെ സംസാരം പലപ്പോഴും എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ ചീത്ത വിളിച്ച കാര്യമോ അല്ലെങ്കിൽ അക്ബറിന്റെ ഒരു പെരുമാറ്റ രീതിയും പിന്നെ ഈ പറഞ്ഞ ആര്യന്റെ കാര്യങ്ങളും ഒക്കെ എടുത്തു കാണിച്ചത് ഒരു കണക്കിന് നല്ലതാണ്. അനീഷിന്റെ കാര്യത്തിൽ കാണിച്ച ആ ഒരു നിലപാടും ഇഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ഒരു സ്ട്രോങ് ആണ് എന്ന് പറയാൻ തക്കവണ്ണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡ് അതുപോലെ ആര്യനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.